സുഹൃത്തുക്കളെ, രാവിലെ തന്നെ നല്ല ഇടിവെട്ട് മഴയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടീന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വരുമ്പോ മഴയൊന്നും ഇല്ലായിരുന്നു. ഇപ്പിതേ പുറത്തിതാണ് അവസ്ഥ. നല്ല ഇടിവെട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ഇനി പണിയുണ്ടോ എന്ന് പോലും അറിയില്ല. കാരണം ഇതേ കണ്ടില്ലേ, ഇത് തന്നെയാണ് അവസ്ഥ. മഴ നല്ല തകൃതിയായിട്ട് അങ്ങോട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് പ്ലാന്റിലാണ് കേട്ടുള്ളത്. ഇനി ഇവിടെ നമ്മുടെ മാനേജർ പറയണം എന്താണ് വർക്ക് ഉണ്ടോ എന്നൊക്കെ. അപ്പൊ ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇനിയിപ്പോ മഴക്കാലമായി കഴിഞ്ഞാല് ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ സൈറ്റിലും ഇതേപോലെ തന്നെയാണ്. വർക്ക് മഴ പെയ്ത് കഴിഞ്ഞാല് വളരെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ മഴ പോയതിന് ശേഷമോ ഇല്ലെങ്കിൽ ഇന്ന് വർക്ക് ഉണ്ടോ ഇല്ലയോ എല്ലാം ഇനിയിപ്പോ മാനേജർ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളെന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓരോ വണ്ടികളും ഇതേ ഇന്നലെ കയറ്റിയതുപോലെ തന്നെ മൊത്തം നമ്മുടെ ഡസ്റ്റ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെയിറ്റിങ്ങിലാണുള്ളത് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് വർക്ക് വന്നിട്ടുണ്ട്. ക്രഷറിലേക്കുള്ള ഓട്ടാണ് കേട്ടോ. കോറി വെച്ചെടുക്കാം. ഇവിടെയൊക്കെ റോഡ് പൊട്ടി കിടക്കുകയാണ്. നമ്മൾ നേരെ വട്ടിപ്പടവ് നിന്ന് മിയാപ്പതവ് വഴി നേരെ കയ്യാറിലോട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ നല്ല കോട മഞ്ഞൊക്കെ ഉണ്ട്. നേരെ വെച്ച് പിടിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബാക്കി എല്ലാ വണ്ടികളും നമ്മൾ ഇന്നലെ എടുത്തതുപോലെ ഡസ്റ്റ് എടുത്ത് അപ്പുറത്തെ പ്ലാന്റിലേക്ക് തട്ടാൻ പോയി. അപ്പൊ നമ്മുടെ ചേട്ടാ ഒരു വണ്ടിയുള്ളൂ അല്ലേ? അതെ, ഒരു വണ്ടി മാത്രം. നമ്മുടെ ഒരു വണ്ടി മാത്രം ഇപ്പൊ കോറി വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബാക്കി എല്ലാ വണ്ടിയും ഡസ്റ്റിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴ എന്ന് പറയുന്നത് രാവിലെ തന്നെ നല്ല മഴ തന്നെയാണ്. ഇപ്പൊ നിന്നില്ല, ശക്തി കുറഞ്ഞതേ ഉള്ളൂ. ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. മഴയൊക്കെ പെയ്ത് മൊത്തം കോട ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിലൊക്കെ നല്ല അടിപൊളി കോടയാണ്. ഒരു വയനാട് പോയതിന്റെ ഒരു ഫീലിംഗ് ഇവിടെ കിട്ടുന്നുണ്ട്. കണ്ടോ, നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അല്ലെ അനിച്ചേട്ടാ? അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് ഇതാ ഇവിടെയും മണ്ണിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇന്നലെ ഇടിഞ്ഞ മണ്ണാണെന്ന് തോന്നുന്നു. കാരണം പുതിയതാണ്. മൊത്തത്തിൽ ഈ റോഡ് ഇങ്ങനെ ഇടിഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മിയാപ്പതവ് വഴി പോകുന്ന ആളുകള് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. രാത്രി കാലങ്ങളിലൊക്കെ മഴയത്ത് പോകുമ്പോൾ ഇത് എവിടെയും ഇടിഞ്ഞിട്ടുണ്ട്. അവിടെ എവിടെയായിട്ട് കുറെ സ്ഥലങ്ങളിൽ ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടിപൊളി പച്ചപ്പരുള്ള സ്ഥലമാണ് ഇവിടെ. മൊത്തം പച്ചപ്പ്. അപ്പൊ മഴ ഇപ്പൊ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും നല്ല ഇരുണ്ട് മൂടിയ ആകാശം തന്നെയാണ്. അപ്പൊ നമ്മുടെ സീസൺ പുഴയൊക്കെ കര കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. മഴയത്ത് മാത്രമാണ് ഇങ്ങനെ വെള്ളം ഉണ്ടാവും ഈ പുഴയില്. നമ്മള് വേനൽക്കാലത്ത് നമ്മൾ ഈ പുഴ കണ്ടിരുന്നു. മൊത്തം വറ്റി വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പം നല്ല എന്താ പറയുന്നത്, ഒരുപാട് വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലമായി മാറി. അപ്പൊ നമ്മള് കാഴ്ചയൊക്കെ കണ്ട് നേരെ അതേ ക്രഷറിലോട്ട് വെച്ച് പിടിക്കുകയാണ്. ഇവിടെയൊക്കെ റോഡിലേക്ക് മണ്ണ് ഇടിഞ്ഞ് വീണിട്ടുണ്ട് കണ്ടോ. മൊത്തം സൈഡും ഒരു സൈഡ് മൊത്തമായിട്ട് ഇങ്ങനെ ഇടിഞ്ഞ് കിടക്കുകയാണ്. പൈവളി അല്ലേ? അപ്പോ അനീഷാട്ട നല്ല തകർച്ചയായിട്ടുള്ള ഓടിക്കുക തന്നെയാണ് കേട്ടോ. പക്ഷെ എന്നാൽ പോലും ഈ റോഡിന്റെ പകുതി സ്ഥലം മാത്രമേ നമുക്ക് അധിക സ്ഥലങ്ങളിലും കിട്ടുന്നുള്ളൂ. ബാക്കി പകുതി മണ്ണൊക്കെ ഇടിഞ്ഞ് കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഇവിടെയൊക്കെ വേണ്ട മണ്ണിടിഞ്ഞ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ മണ്ണിടിഞ്ഞതാണ് സൈഡ് മൊത്തം. അപ്പോ
ഈ സൈഡിലൂടെ പോകുന്ന വണ്ടിക്കാർ എപ്പോഴും മഴയത്ത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അല്ലേ ചേട്ടാ? വളരെ ഒരു അപകടം പിടിച്ചൊരു സ്ഥലം തന്നെയാണ് ഇടയ്ക്ക് അല്ലെ, മണ്ണിടിയാൻ സാധ്യത ഉള്ളത്. 500 മീറ്റർ നമ്മൾ പൈവളിക്ക് എത്തും. അപ്പൊ നമ്മൾ ഏതാണ്ട് നമ്മൾ അടുത്ത റോഡ് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോ ഈ റോഡ് നേരെ പോകുന്നത് പൈവളിക ടൗണിലാണ്. ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ക്രഷറിലെത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഒലിച്ചിറങ്ങുന്ന ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ കാണാം കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഇപ്പം ക്രഷറിന്ന് പൊട്ടിക്കുന്നൊന്നുമില്ല. ഇവിടെയൊക്കെ കണ്ടോ മൊത്തത്തിൽ പുല്ലൊക്കെ പൊടിച്ചിട്ടാണുള്ളത്. ഇതൊക്കെ പഴയ പൊട്ടിച്ച സ്ഥലങ്ങളാണ്. അവിടെ കുറച്ച് കോറി വേസ്റ്റ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിരുന്നു, അത് ഇങ്ങനെ ലോഡാക്കി വിടുകയാണ്. ഇവിടെയൊക്കെ മൊത്തത്തിൽ ഇപ്പം കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവിടെയൊക്കെ ഇതേ മൊത്തം കൃഷിയും പരിപാടികളൊക്കെയാണ്. നമ്മുടെ ക്രഷറിലെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മഴക്കാലത്ത് മാത്രം ഉണ്ടാവുന്ന ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. നമ്മൾ ദൂരെ നിന്ന് കാണിച്ചില്ലേ, അപ്പൊ അതിന്റെ അടുത്ത് പോയാൽ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നോക്കിയത് അടിപൊളി വെള്ളച്ചാട്ടമാണ്, കാണിക്കാം കേട്ടോ. ആഹാ, നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. എന്ത് രസം, മഴ പെയ്യും പോലെ. ഇവിടെ ഒരടിക്കുവാന്ന് കുളിക്കാം കേട്ടോ. മുകളിൽ നല്ല വെള്ളമാണ് വരുന്നത്. വണ്ടി ലോഡായി കേട്ടോ. നമ്മളെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മുടെ കുമ്പള ഭാഗത്തോട്ട് ലോഡ് തട്ടാൻ വേണ്ടി പോകണം. ഇവിടെയൊക്കെ മൊത്തം കാട് പിടിച്ചു കേട്ടോ. ഇതൊക്കെ പണ്ട് പൊട്ടിച്ചിട്ട സ്ഥലങ്ങളാണ്. പക്ഷെ ഇവിടെ ക്രഷർ പൊട്ടിക്കുന്നൊന്നുമില്ല. അപ്പൊ നമ്മുടെ വണ്ടി അതാ ലോഡ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ അടിപൊളി ഒരു സ്ഥലം തന്നെയാണ്. മൊത്തം കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ ക്രഷറിൽ. അപ്പോ പഴയ നമ്മുടെ പാറയൊക്കെ പൊട്ടിച്ച സ്ഥലമാണ്. ഇവിടുന്ന് ഇപ്പൊ വെള്ളമൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കൃഷികളാണ് കേട്ടോ. ഈ കാണുന്ന കവിങ്ങും തോട്ടവും വാഴക്കൃഷിയും ഒക്കെ നമ്മുടെ ക്രഷർ യൂണിറ്റിന്റെ വകയിലുള്ള കൃഷിത്തോട്ടങ്ങളാണ്. നമ്മൾ ലോഡും കയറ്റി ഇനി മുകളിലോട്ട് കയറി പോണം. അതേപോലെ ഇത് നമ്മുടെ ഇറ്റാച്ചി ഓപ്പറേറ്റർ ആണ് നമ്മുടെ ഭയ്യ. ഭയ്യ आपका नाम? രഞ്ജിൻ. അപ്പോ രഞ്ജിൻ ജാർഖണ്ഡ് സ്വദേശി. അപ്പൊ ഭയ്യ ജാർഖണ്ഡ് സ്വദേശിയാണ്. അടിപൊളി ഓപ്പറേറ്റർ ആണ് കേട്ടോ. നമ്മുടെ ഇറ്റാച്ചി ഇപ്പൊ ലോഡ് കയറ്റി തന്നത് ഭയ്യാണ്. അതേപോലെ തന്നെ നമ്മുടെ അനീഷാട്ടൻ ഇതേ ഇവിടുന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ക്രഷർ അടിപൊളി ഒരു സ്ഥലത്ത് തന്നെയാണ്. ഇതേ മൊത്തത്തിൽ കൃഷി എന്ന് പറയുന്നത് ക്രഷറിന്റെ ചുറ്റുപാടും കൃഷികളാണ്. അതുവഴിയാണ് കേട്ടോ നമ്മളിങ്ങനെ കടന്നു പോകുന്നത്. മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ലോഡ് മാറ്റിയത് കയറി പോവാണ് കേട്ടോ ചുരം. അപ്പൊ നമ്മുടെ വണ്ടി സി ഗിയറാണുള്ളത്. സി ഗിയർ എന്ന് പറഞ്ഞാല് ക്രൗൺ ഗിയർ ആണ്, മാക്സിമം പവർ കിട്ടും. അപ്പൊ നമ്മളിതാ കയറി മുകളിലെത്താറായി. ഇതൊക്കെ ഇനിയിപ്പോ കോഴി ഫാമും ആടിന്റെ ഫാമും ഉണ്ട്. അതുപോലെ തന്നെ മീൻ വളർത്തുന്നുണ്ട്. അങ്ങനത്തെ സ്ഥലമൊക്കെയാണ്. അപ്പോൾ നമ്മളെ കാരി നേരെ മുകളിലായിട്ട് എത്തിയിട്ടുണ്ട്. നല്ല പിടുത്തം വിട്ട മഴയാണ് കേട്ടോ. അപ്പൊ നമ്മള് നമ്മുടെ ക്രഷറിന്റെ മുകളിലെത്തി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. കാരണം ഇപ്പോൾ സ്കൂൾ ടൈമാണ് കേട്ടോ, നമുക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല. അപ്പോൾ 10 മണിയായാലാണ് നമുക്ക് ഇനി വണ്ടി എടുക്കാൻ പറ്റൂ. അതുവരെ ഇവിടെ വെയിറ്റിങ്ങിലാണ്. പുറത്ത് നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, നിൽക്കാതെയുള്ള മഴയാണ്. നല്ല ഹെവി ആയിട്ട് ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ്
നമ്മളെ ക്രഷറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഇടിവെട്ട് മഴയാണ് കേട്ടോ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മുടെ ക്രഷറിൽ നിന്ന് തുടങ്ങിയ മഴയാണ്, ഇതുവരെ ആയിട്ട് നിന്നില്ല. മഴ ഇങ്ങനെ നല്ല തുരുതുരായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരെ കയ്യേറെ നിന്ന് പന്തിയോടൊക്കെ ഇതേ വെച്ച് പിടിക്കുകയാണ്. പന്തിയോടെ നിന്ന് നമുക്ക് കുമ്പള ഭാഗത്തോട്ടാണ് ലോഡ് തട്ടേണ്ടത്. അപ്പം നേരെ അങ്ങോട്ടേക്ക് പോകണം കേട്ടോ. അപ്പം നമ്മളിതാ മുട്ടം ഗേറ്റിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. മഴ നല്ല കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മൊത്തം മഴയാണെന്ന് തോന്നുന്നില്ല ഇനി ചേട്ടാ? നല്ല മഴയാണ്, ഒന്നും പറയാനില്ല, അതിശക്തമായ മഴയാണ്. കർക്കിടക മാസം പുറത്തൊരു ഫീലിംഗ്, മൊത്തം ഇരുട് കൂടിയിട്ടുള്ളൊരു മഴ അല്ലേ? അപ്പൊ അതേ നോക്കിയേ, മൊത്തം മൂടിക്കെട്ടി തകൃതിയായിട്ട് അങ്ങ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ അവിടെ ആ മേഖല സ്റ്റെക്കായിട്ടാണ്, പണിയില്ല, ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത് മഴ കാരണം. എല്ലാരും ബുദ്ധിമുട്ടിലാണ്. അപ്പൊ നമ്മക്ക് എന്താണെന്നറിയില്ല, ഇന്ന് പണിയുണ്ട്. ഇനിയിപ്പോ മഴ ഇങ്ങനെ കനക്കുകയാണെങ്കിൽ നമുക്കും കുറച്ച് പണി ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ? പൊതുവെ എല്ലാ വർഷത്തിലും ജൂൺ ജൂലൈ മാസം നമുക്ക് ഡിമ്മാണ്, പണി കുറവാണ്. മൊത്തത്തില് നമുക്ക് പണി കുറവാണ്. അപ്പൊ എന്തായാലും ഞങ്ങളിതാ പോയി ഏതാണ്ട് അടുത്ത ചെറിയാപ്പാലം കടക്കണം. അത് കഴിഞ്ഞ് നേരെ കുമ്പളം പാലത്തിന്റെ അടുത്തായിട്ടാണ് നമുക്ക് ലോഡ് തട്ടേണ്ടത്. ദൂരെയായിട്ട് ചെറിയ രീതിയിൽ മഴക്കാർ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെങ്കിൽ എന്നാൽ പോലും നല്ല ഇടിവെട്ട് മഴ തന്നെയാണ്. അപ്പൊ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണ് ലോഡ് തട്ടേണ്ടത്, നമ്മുടെ ഇറ്റാച്ചിന്റെ അടുത്തായിട്ട്. വണ്ടിയൊക്കെ ചീറിപ്പാഞ്ഞാ കേട്ടോ പോകുന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ലോഡ് എടുക്കാൻ വേണ്ടിട്ട് ഇത് വീണ്ടും ക്രഷറിൽ എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ലോഡ് ഇപ്പൊ കാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെള്ളച്ചാട്ടം ഇവിടെ അടിപൊളിയായിട്ട് ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതേപോലെ മുകളിലും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ബയ്യ നല്ല അടിപൊളിയായിട്ട് ലോഡാക്കി തരുന്നുണ്ട്. അപ്പം മഴ പെയ്തു തുടങ്ങി. നമ്മുടെ ഒരു മിഷൻ ഇവിടെ ഇപ്പുണ്ട് കേട്ടോ. മഴ പെയ്തു, ഇനി നമുക്ക് വണ്ടി പോയി ഓടിക്കയറാം, ഇല്ലെങ്കിൽ പണി പാടും. അപ്പൊ നമ്മൾ ഓടി വണ്ടി കയറിയിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ് കണ്ടോ, ഫുള്ളായിട്ട് മഴ പെയ്ത് തുടങ്ങി. അപ്പൊ സുഹൃത്തുക്കൾ, നമ്മൾ ലോഡുമായിട്ട് ഇത് ചെറിയ പാലത്തിന്റെ അടുത്തായിട്ട് എത്താൻ പോകുന്നുണ്ട്. അപ്പൊ റോഡ് ഇതാ തൽക്കാലം ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സൈൻ ബോർഡൊക്കെ വെക്കാനുള്ള സാധനം നമ്മുടെ ക്രെയിന് ഇങ്ങനെ തൂക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇവിടെ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ സൈഡിൽ ഇതേ കോൺക്രീറ്റിന്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. സോയിൽ നെയിലിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ ബ്ലോക്ക് ആക്കാതെ അല്ലാണ്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സൈൻ ബോർഡിന്റെ വർക്കെല്ലാം ഇപ്പോ പെട്ടെന്ന് തന്നെ നടക്കുന്നുണ്ട് ഓരോ പണികളും. ഇപ്പൊ മഴയത്തൊക്കെ ഈ വർക്കൊക്കെ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് എന്നല്ല, ഈ മഴയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക് ഇതുപോലത്തെ വർക്കാണ്. ക്രെയിൻ ഏതാണ്ട്
മാക്സിമം പൊക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാ ക്രെയിന് സാധനം അവിടെ കറക്റ്റ് വെച്ചിട്ടുണ്ട്. കുറച്ച് ക്ഷമയോടെ ചെയ്യേണ്ട പണിയാണ് കേട്ടോ. പെട്ടെന്ന് ഇടിപിടി വന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം താഴെ പോവും. ഇപ്പൊ പിറകിലായിട്ട് നമ്മുടെ ഒരു വണ്ടിയും വെയിറ്റിങ്ങിലുണ്ട്. അതൊക്കെ നമ്മുടെ പ്ലാന്റിൽ നിന്ന് മറ്റേ പ്ലാന്റിലേക്ക് ഡസ്റ്റ് അടിക്കാൻ പോകുന്ന വണ്ടിയാണ് കേട്ടോ. നമ്മുടെ അനീഷ് ചേട്ടൻ്റെ ബോർഡൊക്കെ വെക്കുന്ന കാഴ്ചയും കണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. സാധനം ഏതാണ്ട് സെറ്റാക്കില്ലേ. അതുപോലെ ഇവിടെയൊക്കെ മൊത്തം സോയിൽ നെയിലിങ്ങിന്റെ പരിപാടി നല്ല ഇടിവട്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സ്ഥലവും ഇങ്ങനെ പായ് വെച്ച് മൂടിയിട്ടാണ് കേട്ടോ. മെല്ലെ മെല്ലെയാണ് ചെയ്യുന്നുള്ളൂ. കാരണം മഴയായതുകൊണ്ട് നമ്മുടെ സോയിൽ നെയിലിങ് ഒലിച്ചു പോകും മഴ പെയ്താൽ. അതുകൊണ്ട് മെല്ലെ പതിയെ പതിയെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബൈക്ക് ചെറുതായിട്ട് തട്ടി മറിഞ്ഞു വീണു. അപ്പൊ നമ്മുടെ ക്രെയിന് സെന്ററിൽ തന്നെയാണുള്ളത്. കാരണം അത് റെഡിയാക്കും വരെ ക്രെയിൻ ഇങ്ങനെ തൂക്കി പിടിക്കണം. അപ്പൊ നമ്മൾ മെല്ലെ അത് പാസ്സാക്കി കടന്നു പോന്നിട്ടുണ്ട്. ഇപ്പൊ മഴയും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും അടുത്ത മഴക്കുള്ള ഒരുക്കപ്പാടിലാണ് മൊത്തത്തില്. ഇരുണ്ട് മൂടിക്കെട്ടിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ഫുഡൊക്കെ കഴിച്ച് ക്രഷറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല കട്ടക്കുള്ള മഴ അതേ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു കാലാവസ്ഥയാണ്. രണ്ടു അനീഷ് ചേട്ടൻ പറയും. അതെ, ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു കാലാവസ്ഥയാണ്. നല്ല വെളുത്തൊരു കാലാവസ്ഥ. ഇപ്പൊ നല്ല വെയിലും ഉണ്ടായിരുന്നു അല്ലെ നമ്മൾ ഇറങ്ങുമ്പോ. വെയിലായിരുന്നു. ഇപ്പൊ പെട്ടെന്നാണ് ഇത് റോഡൊക്കെ കണ്ടാൽ തന്നെ അറിയാം. ഫുള്ള് ഉണങ്ങിയിട്ടാണുള്ളത്, ആറിയിട്ടാണുള്ളത്. മാറി ഇരുണ്ട കാലാവസ്ഥയായി. ഏത് നിമിഷവും മഴ അതിശക്തമായി പെയ്യുന്ന പറയുന്നത്. അപ്പൊ നമുക്ക് ഏതാണ്ട് ഈ കാലാവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാവും. മേഘങ്ങളൊക്കെ ഇരുണ്ട് മൂടി കെട്ടിട്ടുള്ള. ഇപ്പൊ നിലവിലെ റോഡൊക്കെ മൊത്തം വരണ്ട് കിടക്കാണ്. ഇത്ര നേരം നല്ല രീതിയിലുള്ള വെയിലായിരുന്നു ഇവിടെയൊക്കെ. പെട്ടെന്ന് കാലാവസ്ഥ മാറിയിട്ടുണ്ട്. ഇതേ സൈഡിലൊക്കെ മേഘം നോക്കി, ഏത് നിമിഷവും മഴ പെയ്യും അല്ലേ. ശക്തമായ മഴ, എന്തോ ഒരു ഭീകര ദൃശ്യം പോലെ ഉണ്ട് മഴ. അപ്പോ സുഹൃത്തുക്കളെ, സുനാമിയൊക്കെ വരുന്ന മറ്റേ ആരൊക്കെയോ എന്തൊക്കെയോ പ്രവചിച്ചിട്ടുണ്ട്. അപ്പോ എന്താ സ്ഥിതിയൊന്നും അറിയില്ല. കാരണം കാലാവസ്ഥ പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് വെയിൽ വരുന്നു, നല്ല കട്ടൊക്കെ മഴ വരുന്നു അല്ലേ. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. നല്ല ഇടിവെട്ട് മഴയായിരുന്നു നമ്മുടെ രാവിലെയൊക്കെ പെയ്തത്. ഇപ്പൊ ഉച്ചക്ക് ശേഷമുള്ള കാര്യമാണ്. നല്ല വെയിലായിരുന്നു ഇത്ര നേരം. ഇപ്പൊ വീണ്ടും നല്ല കട്ടക്കുള്ള മഴക്കാർ വന്നിട്ടുണ്ട്. ഇരുണ്ട് മൂടിക്കെട്ടി. ഇപ്പൊ സമയം ഏതാണ്ട് 2 മണി. 2 മണിക്കുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. മൊത്തം ഒരു ഇരുടായി മാറിയിട്ടുണ്ട്. നമ്മൾ നേരെ ബന്ദിയോട് ടൗണിൽ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ കണ്ടിട്ടില്ല. ഇത്രയും ഒരു ഡാർക്കായിട്ടുള്ള ഒരു കാലാവസ്ഥ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. ഇവിടെയൊക്കെ നോക്കി, ഇവിടെ ഇപ്പൊ കണ്ടാൽ ഒരു വൈകുന്നേരം ഒരു 6 മണി അല്ലേ. ആ ഒരു ഇതില് ഇതിപ്പോ മന്തിയോട് ടൗണിലാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത്. മന്തിയോട് പേടി പിടിപ്പിക്കുന്ന കാലാവസ്ഥ, ഒരു ഭയാനകമായിട്ടുള്ള ഒരു കാലാവസ്ഥ. അപ്പൊ ഇവിടെ തന്നെ നമ്മളെ ഒരു 2 മണിക്കുള്ള ഉച്ചക്ക് 2 മണിക്കുള്ള ഒരു കാഴ്ചയാണിത്. മൊത്തം ഒരു വൈകുന്നേരം സന്ധ്യയോടടുത്തിട്ടുള്ള ഒരു കാലാവസ്ഥയോടെ തന്നെയാണ് നിൽക്കുന്നത്. നമ്മളിപ്പോ നമ്മുടെ ഹൈവേയിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. മന്തിയോട് ടൗണിലൊക്കെ പാലത്തിന്റെ മുകളിലൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി നേരെ ലോഡ് തട്ടി നമുക്ക് എവിടെ പോണം ഇനി ചേട്ടാ? നായിക്കാപ്പ് പ്ലാന്റിലേക്ക് പോണം. നായിക്കാപ്പ് പ്ലാന്റിൽ പോയിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ സാധനം കയറ്റാനുണ്ട്. സത്യം പറഞ്ഞാല് ആ സാധനത്തിന്റെ പേര് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. എന്തോ സാധനം കയറ്റാനുണ്ട്. ഇപ്പൊ അവിടെ പോയാലാണ് എന്താ സാധനം എന്നുള്ള പറയാൻ പറ്റും, മനസ്സിലാവും. അതുകൊണ്ട് നമ്മളിപ്പോ ലോഡും തട്ടി നേരെ നായിക്കാപ്പ് പ്ലാന്റിൽ പോയി അവിടെ നിന്ന് ലോഡ് എടുത്ത് നമുക്ക് കയ്യാറുണ്ട് പോകണം അല്ലെ. മഴ പെയ്തു കേട്ടോ, മഴ പെയ്തു.
അപ്പൊ നല്ല കട്ടക്കാണ് മഴ പെയ്തത്. 2-3 തുള്ളി വിട്ടിട്ടേ ഉള്ളൂ. ഗ്ലാസ്സൊക്കെ കണ്ടോ ഇപ്പം നനഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയിപ്പം നല്ല ഭയാനകമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളെന്തായാലും നമ്മുടെ ഹൈവേയിലോട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. മുട്ടൻ ഗേറ്റിനടുത്ത് 2 ഫൂട്ടർ പിടിച്ച് അടുപ്പിച്ച് വരുന്നുണ്ട്. ഒന്നിന്റെ വർക്ക് കംപ്ലീറ്റ് ആയതാണ്. ഒന്നിതാ നമ്മുടെ നേരെ ഫ്രണ്ടിലായിട്ട് കാണാം. അപ്പൊ നമ്മൾ ലോഡൊക്കെ തട്ടി നേരെ നായിക്കാപ്പ് പ്ലാന്റിലോട്ട് വെച്ച് പിടിക്കുകയാണ്. മഴ നല്ല നിൽക്കാതെ തന്നെ പെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓരോ മെർജിംഗ് പോയിന്റിലും എന്തേ ഇതുപോലുള്ള ക്രാഷ് ബാരിയറിൽ വെച്ചിട്ടുണ്ട്. മൊത്തം വാട്ടർ ബാരിയറാണ് കേട്ടോ. മൊത്തം വെള്ളമൊക്കെ നിറച്ചിട്ട് സെറ്റാക്കി വെച്ചതാണ്. മൊത്തത്തിലൊരു തിരക്ക് കുറവ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മഴയായത് കൊണ്ടാവണം. നമ്മളിപ്പോ കുമ്പള ടൗണില് എത്തിയിട്ടുണ്ട്. ഒറ്റ ബസ്സാണല്ലോ ഇങ്ങോട്ട്. എന്നിട്ട് സ്റ്റാൻഡിൽ ആ ബസ് പോയി. സ്റ്റാൻഡ് കാലിയായി. സാധാരണ ഒരുപാട് ബസ് ഉണ്ടായിരുന്നു സ്ഥലം. അപ്പൊ ഇതാണിപ്പോ കുമ്പള ടൗണിന്റെ അവസ്ഥ. സമയം ഏതാണ്ട് ഇപ്പോ 2:20. ഉച്ചക്ക് 2:20 അപ്പൊ ഇവിടെയൊക്കെ നല്ല തകൃതിയായിട്ട് പറഞ്ഞുകൂടാ, ഒരു മീഡിയം സൈസിൽ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലോഡറിൽ ഇത് നെറ്റൊക്കെ കയറ്റി ഇറക്കുന്നതാണ് കേട്ടോ. നമ്മുടെ പ്ലാന്റിന്റെ പഴയ നെറ്റൊക്കെയാണ്. അപ്പൊ ഇത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ കോഴിക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പം അതിന് ഈ പഴയ നെറ്റൊക്കെ വെച്ചിട്ടാണ് കോഴിക്കൂടും ആ ഫാമിലേക്ക്, കോഴീൻ്റെ ഫാമിലേക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സാധനം വേസ്റ്റായിട്ട് പോകില്ല കേട്ടോ. പരമാവധി നമ്മൾ എല്ലാ രീതിയിലും ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ ഇപ്പോഴത്തെ ഒരു ദൃശ്യം. നമ്മുടെ താറിങ്ങിൻ്റെ പരിപാടി ഒന്നും ഇപ്പോൾ എല്ലാ പ്ലാന്റും ഓഫായിട്ടാണുള്ളത്, നിർത്തിയിട്ടാണുള്ളത്. കാരണം മഴയായതുകൊണ്ടാണ്. അപ്പൊ നമ്മള് സാധനമൊക്കെ കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇതേ നമ്മുടെ ലോഡർ കുട്ടൻ ഇതാ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ കയ്യാറ് ക്രഷറിലെത്തണം. അവിടെ ഈ സാധനം തട്ടണം. ഇതിന്റെ പേര് അനീഷേട്ടാ എന്താണ്? മെസ്സാണ് കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മുടെ ടാറിംഗ് പ്ലാന്റിലുള്ള മെറ്റീരിയൽസ് അരിക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പിയാണത്. അപ്പൊ അത് താഞ്ഞ് തീർന്നു. അപ്പൊ അത് ഇനിയിപ്പോ പ്ലാന്റിൽ ഉപയോഗിക്കാൻ പറ്റില്ല, പുതിയ വേണം. അപ്പൊ ആ സാധനം നമ്മൾ നേരെ കൊണ്ടുപോയി അതുകൊണ്ട് നമ്മുടെ ഫാമിലേക്കുള്ള കൂട് നിർമ്മിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പൊ നമ്മളെ ലോഡർ അങ്ങ് പോയി അവിടെ സൈഡാക്കി. അപ്പൊ നമ്മൾ നേരെ ഇനി ക്രഷറിലോട്ട് വിടുകയാണ് കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ലോഡുമായിട്ട് ലോഡ് എന്ന് വെച്ചാൽ നമ്മുടെ മെസ്സ് അഥവാ സേവ്, നമ്മുടെ നെറ്റ് എന്ന് പറയാം അല്ലേ. നമ്മളെ പ്ലാന്റിന്റെ നെറ്റും എടുത്ത് നമ്മളിതാ ചെറിയ പാലത്തിന്റെ വെള്ളത്തിയിട്ടുണ്ട്. വെള്ളമൊക്കെ മൊത്തം കലങ്ങിയിരിക്കുകയാണ്. കാരണം നല്ല മഴയാണിപ്പോ എല്ലായിടത്തും പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരെ കയ്യാർ ക്രഷറിലോട്ട് വെച്ച് അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മളെന്തായാലും ഇപ്പം ക്രഷറിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടക്ക് നമ്മൾ ഇന്നലെ രാത്രി ചെറുതായിട്ടൊന്ന് റൂമിൽ ഫുഡൊക്കെ ഉണ്ടാക്കി. അതിന്റെ ചെറിയൊരു ഭാഗങ്ങള് കണ്ടിട്ട് വരാം. ഹായ് സുഹൃത്തുക്കളെ, അപ്പൊ നമ്മളെ റൂമിലെ കാഴ്ചകള് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ വീഡിയോ കേട്ടോ. ചെറിയൊരു ഗ്യാപ്പില് അങ്ങ് കാണിക്കുന്നതാണിത്. ഇതാണ് നമ്മുടെ റൂം.
അപ്പൊ ഇതാ ഇവിടെ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് എന്ന് വെച്ചാല് തവര ഉപ്പേരി കണ്ടോ. കാര്യമായ പണിയിലാണ് നമ്മുടെ അമലും ടീമും. ഹായ് സുഹൃത്തുക്കളെ, അപ്പൊ നമ്മുടെ റൂമിലെ കാഴ്ചകള് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതാട്ടോ നമ്മുടെ റൂം. നമ്മുടെ സെന്റ് അവിടെ കിടപ്പുണ്ട്. അതേപോലെ ഇവിടെ ഇപ്പോ നല്ലൊരു ഉപ്പേരി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, തവര ഉപ്പേരി. നമ്മുടെ വിഷ്ണു അമലും കൂടിയാണ് കേട്ടോ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു കോളിങ്ങിലാണ്. ഇവിടെ എന്നേക്കുമായി. അപ്പൊ നമുക്ക് നമ്മുടെ റൂമിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ റൂം. ഇതൊന്നും നോക്കണ്ട കേട്ടോ, മഴയായത് കൊണ്ട് ഇവിടെയൊക്കെ മൊത്തത്തിൽ ഒന്ന് ആറിയിട്ടതാണ്. കാരണം ഈ ഫാനിന്റെ കാറ്റ് കൊണ്ട് മൊത്തത്തിൽ അങ്ങ് ആറിപ്പോവും. ചെറിയൊരു നനവെള്ളമൊക്കെ എടുത്ത് ഇവിടെ ഇട്ടാണ്. നമ്മുടെ സെന്റ് ഇവിടെ കിടപ്പുണ്ട്. അതേപോലെ ഇവിടെ ഇപ്പൊ നമ്മുടെ ടീം ഉപ്പേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തവര ഉപ്പേരിയാണ് കേട്ടോ, നല്ല പച്ച തവര ഉപ്പേരി. അപ്പൊ നമ്മുടെ അമലും അതുപോലെ തന്നെ വിഷ്ണു ആണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ എഞ്ചിനീയർ അർജു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റൂമിന്റെ ഫ്രണ്ട് വശം വരുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ ശീല ഇവിടുന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. ഈ കാണുന്നൊക്കെ നമ്മുടെ ഓരോരോ ഡ്രൈവർമാർ താമസിക്കുന്ന റൂമാണ്. പുറത്തൊക്കെ നല്ല രീതിയിൽ മഴ പെയ്തു. ഇപ്പൊ ചോർന്നേ ഉള്ളൂ. ഇപ്പൊ മഴയൊന്നുമില്ല. വണ്ടിയൊക്കെ നമ്മൾ പുറത്താണ് വെക്കുന്നത്. ഓരോരുത്തർ ഓരോ തിരക്കിലാണ് കേട്ടോ. ജസ്റ്റ് നമ്മുടെ റൂം അതൊക്കെ നമ്മുടെ നൈറ്റ് പരിപാടി ഒന്ന് ജസ്റ്റ് കാണിച്ചതാണ്. ഇപ്പൊ രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറമേയുള്ള കാഴ്ചകളൊന്നും കാര്യമായിട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോവാം. അപ്പൊ നമ്മള് ക്രഷറിൽ പോയി നമ്മുടെ നായ്ക്കാപ്പിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ അവിടെ തട്ടി നേരെ ഇപ്പൊ ലോഡുമായിട്ട് നേരെ കുമ്പളേക്ക് പോവാണ്. നമ്മുടെ ഒരു വണ്ടി ഇതുവഴി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഷീത്തിന്റെ വണ്ടിയാണ്. സ്ക്രാപ്പ് പൈപ്പൊക്കെ കാറ്റിയിട്ട് പോകുന്ന വണ്ടിയാണ് കേട്ടോ. ഇപ്പൊ മൊത്തത്തില് മഴ പിടിച്ചു എന്ന് വേണം പറയാൻ. മൊത്തം ഇരുണ്ട് പിടിച്ചിട്ടാണുള്ളത്. ഇപ്പൊ സമയം ഏതാണ്ട് 5 മണി കഴിഞ്ഞു. 5:05 അപ്പൊ നമ്മൾ നേരത്തെ ക്രഷറിന്ന് സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഇനി നേരെ കുമ്പളപ്പോണം, ലോഡ് തട്ടണം, പിന്നെന്ത് ചെയ്യണം, തലപ്പാടി പോയി ഡീസൽ അടിക്കാം. എന്നിട്ട് നേരെ റൂമിലോട്ട്. അതാണ് അടുത്ത പരിപാടി. തലപ്പാടി പോയി ഡീസൽ അടിക്കണം, നേരെ റൂമിൽ. ഇതൊക്കെ കഴിയണമെങ്കിൽ ഏകദേശം ഒരു 7 മണിയാവും. അപ്പൊ അതാണ് ഞങ്ങൾ ഇന്നത്തെ പരിപാടി. ഇനി നാളെ ഇപ്പൊ എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ലേ, മഴയല്ലേ. പണി ഉണ്ടെങ്കിൽ